പുതിയതായിട്ട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിക്കാൻ വന്ന പെൺകുട്ടി. പിന്നീടാണ് അവൾക്ക് മനസ്സിലാകുന്നത് അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം അവിടുത്തെ ആ സെക്യൂരിറ്റീനെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. എന്നാൽ പിന്നീടാണ് പെൺകുട്ടികൾ അങ്ങോട്ട് കാശ് കൊടുത്ത് കൊണ്ടുവരുന്ന ആണുങ്ങളെ കണ്ട ശേഷം ഇവൾ ഞെട്ടിപ്പോകുന്നത്. അതിലാണെങ്കിൽ പലതരം ആളുകളുണ്ടായിരുന്നു. അങ്ങനെ വന്നത് ചിലവരാണെങ്കിൽ ഇവളുടെ ജീവിതം മാറ്റിമറിക്കുന്നു. അപ്പോൾ പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് സ്പേസർ എന്ന് പറഞ്ഞ 2024 റിലീസ് ചെയ്ത സിനിമയാണ്. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നായികയായിട്ടുള്ള ജാനിസ് ആണെങ്കിൽ ഒരു കാറിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അവളാണെങ്കിൽ പുതിയ കോളേജ് ഹോസ്റ്റലിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ തൻ്റെ ഹോസ്റ്റൽ മുറിയിലേക്കൊക്കെ എത്തും. അങ്ങനെ അവൾ ആ മുറിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അതേ ഹോസ്റ്റലിലെ തൊട്ടപ്പുറത്തെ മുറി താമസിക്കുന്ന പെമ്പിള്ളാരാണെങ്കിൽ അങ്ങോട്ട് വരുന്നത് വേണ്ടി ഇവിടെയാണെങ്കിൽ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതും. പക്ഷേ ഇവളാണെങ്കിൽ അത്യാവശ്യം ഗൗരവമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരാണെങ്കിൽ ഇവൾക്ക് താല്പര്യമില്ലെന്നോട്ട് അങ്ങ് തിരിച്ചു പോകും. അപ്പോൾ ഇതേ സമയത്ത് അവിടെ പാർട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. പാർട്ടിയുടെ ശബ്ദം കാരണം ഇവൾക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ ശബ്ദം കാരണം എഴുന്നേറ്റ് നേരെ ഹോസ്റ്റലിലെ ടെറസിലേക്ക് പോകും. അവിടെയാണെങ്കിൽ നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. അവളിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് അവിടെ വെച്ച് കണ്ട 2 പെൺപിള്ളേരാണെങ്കിൽ ടെറസിലേക്ക് ഇങ്ങനെ രഹസ്യമായിട്ട് വരുന്നത് കാണുന്നത്. ഇവളാണെങ്കിൽ അന്നേരം ഒരു കോണിൽ ഒളിച്ചിരിക്കും. അങ്ങനെ ഇവൾ നോക്കുമ്പോഴത്തേക്കും അവർ 2 പേരും കൂടെ റൊമാൻറ്റിക് ആവുകയും തമ്മിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇവൾക്ക് പിടികിട്ടും അവർ തമ്മിൽ ലെസ്ബിയൻസ് ആണോന്ന്. ഇവളാണെങ്കിൽ അത് നോക്കി നിൽക്കുമ്പോഴത്തേക്കിനുമാണ് ഒരാൾ ജാനിസിനെ കാണുന്നത്. പെട്ടെന്ന് ഇവളാണെങ്കിൽ ചമ്മിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവളാണെങ്കിൽ താഴെ ചെല്ലുമ്പോഴത്തേക്കും ഹോസ്റ്റലിലെ സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ പറയും ഈ ഹോസ്റ്റലിൽ വരുന്ന പെൺപിള്ളേർ സാധാരണ പഠിത്തത്തിലും കൂടുതൽ പാർട്ടിയിലൊക്കെ മുൻഗണന കൊടുക്കുന്നതെന്ന്. അതിനുശേഷം സെക്യൂരിറ്റി ആണെങ്കിൽ അവളെയും കൊണ്ട് വേറൊരു ടെറസിലേക്ക് പോകും. എന്നിട്ട് 2 പേരും കൂടെ ആകാശത്തേക്ക് നോക്കി ചന്ദ്രനെ പറ്റി നക്ഷത്രത്തെ പറ്റിയൊക്കെ സംസാരിക്കും. ഇവനാണെങ്കിൽ അത്യാവശ്യം സയൻറ്റിഫിക് ബോധമൊക്കെ ഉള്ളവനായിരുന്നു. അങ്ങനെ ഇവൾക്കാണെങ്കിൽ അതൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇവനോട് ഇതൊക്കെ എങ്ങനെ മനസ്സിലായെന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ പറയും ഇവനാണെങ്കിൽ ലൈബ്രറിയിലെ പുസ്തകങ്ങളാണെങ്കിൽ മോഷ്ടിച്ച് വായിക്കുന്നതാ, എന്നിട്ട് വായിച്ച് കഴിയുമ്പോൾ അവിടെ തിരിച്ചു കൊണ്ട് വെക്കുകയും ചെയ്യുമെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് സെക്യൂരിറ്റി ആണെങ്കിൽ ജാൻസിനെ മുറിയിലേക്ക് കൊണ്ടുപോകും. അന്നേരമാണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇറങ്ങി വരുന്നത് കാണുന്നത്. ഇവൾ ഞെട്ടിപ്പോവും. അന്നേരമാണ് സെക്യൂരിറ്റി പറയുന്നത് 10 മണിക്ക് ശേഷം ആൺകുട്ടികളെ ആണെങ്കിൽ സാധാരണ ഇങ്ങോട്ട് കയറ്റി വിടാറുള്ളതല്ല. പക്ഷേ ഇവിടുത്തെ പെൺകുട്ടികളാണെങ്കിൽ പൈസ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ആണുങ്ങളെ കൊണ്ടുവരും. ഇവൾക്കൊരു ഇവനാണെങ്കിൽ അവരെ തടയാനും പോകത്തില്ല, എല്ലാത്തിനും ഫ്രീഡം കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഇത് കേൾക്കുന്ന ജാനിസിനാണെങ്കിൽ സെക്യൂരിറ്റിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവനെ കയറി ഉമ്മ വെച്ച ശേഷം അവളുടെ മുറിയിലേക്ക് പോകും. അങ്ങനെ മുറി ചെന്ന ശേഷം അവളാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. അന്നേരമാണ് ആ സെക്യൂരിറ്റി ആണെങ്കിൽ വീണ്ടും അവളുടെ അടുത്തേക്ക് വരുന്നതും പിന്നീട് അവർ തമ്മിൽ ബന്ധപ്പെടുന്നതും. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനിസ് കോളേജിലേക്ക് പോകുന്നായിരുന്നു. അവളാണെങ്കിൽ നേരെ കോളേജ് ക്യാൻറ്റീനിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നോക്കുമ്പോൾ തലേദിവസമാക്കേണ്ട 2 പെമ്പിള്ളേർ ഇരിപ്പുണ്ടായിരുന്നു. നേരെ അവരോട് ഒന്ന് സോറിയൊക്കെ പറയും തലേദിവസം ഒളിഞ്ഞു നോക്കിയതിന്. അതിനുശേഷം അവരോട് കമ്പനി അടിക്കാൻ വേണ്ടി നോക്കും. അന്നേരമാണ് അതിലൊരു പെൺകുട്ടിയാണെങ്കിൽ ഇവളുടെ ഒരു പഴയ വീഡിയോ കാണിക്കുന്നത്. ഇവളാണെങ്കിൽ കത്രിക ഉപയോഗിച്ച് അധ്യാപകനെ പേടിപ്പിക്കാൻ നോക്കുന്നത്. ആ സംഭവം കാരണമായിരുന്നു അവളെ പഴയ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് വിട്ടത്. അങ്ങനെ ആ വീഡിയോ വൈറലായി വന്നിട്ടുള്ള കാര്യം ഇവൾക്ക് പിടികിട്ടും. ഇവളാണെങ്കിൽ ശരിക്കും വിഷമത്തിലാകും. അങ്ങനെ ആ വീഡിയോ ആ പെൺകുട്ടി എല്ലാവരും കാണിക്കുമ്പോഴത്തേക്കിനും അവരെല്ലാം ഇവളെ ആണെങ്കിൽ പേടിക്കാൻ വേണ്ടി തുടങ്ങും. എല്ലാവരും അവളോട് ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങും. ഉടനെ തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ്. അന്നേരമാണ് ലെക്സി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ട് ഒന്ന് ചൂടായി അവരെല്ലാം മാറ്റി നിർത്തുന്നത്. അങ്ങനെ ജാനിസ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് കാണുന്ന ലെക്സി ആണെങ്കിൽ ജാനിസിൻ്റെ കൂടെ പുറകെ ചെന്ന ശേഷം അവളുടെ റൂംമേറ്റ് ആയിട്ട് മാറും. പിന്നീടാണെങ്കിൽ ജാനിസുമായിട്ട് നല്ല കമ്പനിയാകും. അവൾ ജാനിസിനെയും കൂട്ടിക്കൊണ്ടൊരു ക്ലബിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് 2 പേരും നല്ലപോലെ ഡാൻസ് ഒക്കെ ചെയ്ത് ശരിക്കും എൻജോയ് ചെയ്യും. പക്ഷെ അന്നേരമാണ് ലെക്സി നോക്കുമ്പോഴത്തേക്കിനും അവളുടെ പഴയ ബോയ് ഫ്രണ്ട് വരുന്നത്. അന്നേരം തന്നെ അവളാണെങ്കിൽ ജാനിസിനെയും കൂട്ടി ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരും. തിരിച്ചിവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മദ്യലഹരിയിലായിരുന്നു. അങ്ങനെ ഒരു വിധത്തേക്ക് ഇറങ്ങി ഹോസ്റ്റലിലേക്ക് വരും. സെക്യൂരിറ്റി ആണെങ്കിൽ 2 പേരെ മുറിയിലേക്ക് എത്തിക്കും. ജാനിസ് ആണെങ്കിൽ അപ്പം തന്നെ ഉറങ്ങിപ്പോകും. ലെക്സി ആണെങ്കിൽ സെക്യൂരിറ്റിയുടെ പൈസ വേണോ ചോദിച്ച് അവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഇച്ചിരി കഴിഞ്ഞ് ജാനിസിന് ചെറുതായിട്ട് ബോധം വരുമ്പോഴത്തേക്കിനും അവൾ ലെക്സിയും സെക്യൂരിറ്റിയും ബന്ധപ്പെടുന്ന കണ്ടുകൊണ്ടിരിക്കും. ലെക്സി ആണെങ്കിൽ അവളെ ഇവരുടെ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി ക്ഷണിക്കും. പക്ഷേ ജാനിസ് ആണെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങിപ്പോകും. പിന്നീട് രാവിലെ ആകുമ്പോഴത്തേക്കും ലെക്സി ആണെങ്കിൽ ജാനിസിനെ ഇച്ചിരിയും കൂടെ കോൺഫിഡൻ്റ് ആകണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ആദ്യം തന്നെ ആണുങ്ങളെ ആണെങ്കിൽ എങ്ങനെ വശത്താക്കാമെന്നായിരുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നത്. ജാനിസ് ആണെങ്കിൽ പതിയെ അത് പഠിച്ചെടുക്കും. അതിനുശേഷം 2 പേരും ആൺകുട്ടികളെ ആണെങ്കിൽ ഇവരുടെ മുറിയിലേക്ക് കൊണ്ടുവന്ന് മാറി മാറി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നീട് ഇടയ്ക്ക് ലെക്സിക്ക് അസുഖമൊക്കെ വരുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ പരിപാലിക്കുകയോ ചെയ്യും. അങ്ങനെ ഇവരാണെങ്കിൽ ശരിക്കും ക്ലോസ് ആവും. അങ്ങനെ ഒരു ദിവസമാണ് ജാനിസ് നോക്കുമ്പോഴത്തേക്കിനും അന്ന് ലെക്സി കാണിച്ചു തന്ന ലെക്സിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ജോർജ് ആണെങ്കിൽ ലെക്സിയുടെ പടവും കാണിച്ച് കോളേജിൽ കൂടെ അന്വേഷിച്ച് നടക്കുന്നത്. അങ്ങനെ ജാനിസിനോടും ചോദിക്കും. അവളുടെ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞായിരുന്നു ജോർജ് വന്നിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ കണ്ടിട്ടും ജാനിസ് ആണെങ്കിൽ ലെക്സിനെ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. അതിനുശേഷം റൂമിൽ വന്ന ശേഷമാണ് ഇതുവരെയായിട്ട് ഒളിപ്പിച്ച് വെച്ചിരുന്ന ലെക്സിയുടെ ഒരു ബാഗ് ജാനിസ് കാണുന്നതും തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിറച്ച് പണം ഇരിക്കുന്ന കാണുന്നതും.
അങ്ങനെ അവളാണെങ്കിൽ ഈ കാര്യങ്ങൾ ലെക്സിയോട് ചോദിക്കുമ്പോഴത്തേക്കിനുമാണ് ലെക്സി ഒരു സത്യം പറയുന്നത്. അവളുടെ യഥാർത്ഥ പേര് ജീനി എന്നാണെന്ന്. അവളാണെങ്കിൽ ഇവിടെ വന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു സഹോദരനെ കണ്ടുപിടിക്കാനാണെന്ന് പറയും. അതുപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഭയങ്കര ക്രൂരമായിട്ട് ഇവൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് അവരുടെ അടുത്ത് രക്ഷപ്പെടുന്നതെന്നും പറയും. അങ്ങനെ ലെക്സിയുടെ കഥയൊക്കെ കേട്ട ജാൻസിനാണെങ്കിൽ അവളോട് ശരിക്കും ഇഷ്ടം കൂടുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഒരു ദിവസമാണ് ജാൻസിനാണെങ്കിൽ ലെക്സിയുടെ മുതുകിലായിട്ടുള്ള ടാറ്റു ശരിക്കും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ലെക്സിയും കൂട്ടിക്കൊണ്ട് സെയിം ടാറ്റു ആണെങ്കിൽ ഇവളും മുതുകിൻ്റെ അടിച്ചു വെക്കും. പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് ക്ലബ്ബിലേക്കൊക്കെ പോകും. അങ്ങനെ അവിടെ പോയ ശേഷം ലെക്സി ആണെങ്കിൽ അവിടെ ഒരു പയ്യനുമായിട്ട് കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ജാൻസിനാണെങ്കിൽ ആദ്യം ഇതെല്ലാം നോർമലായിട്ട് തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ലെക്സി ആണെങ്കിൽ മറ്റൊരുത്തനുമായിട്ട് അടുത്ത് വരുവാണല്ലോ എന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും ഇവൾക്കാണെങ്കിൽ എവിടേക്കും ഒരു ദേഷ്യവും ഈഗമൊക്കെ വരും. അങ്ങനെ അവൾ ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് ലെക്സിയുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ആ ബാറിലേക്ക് വരുന്നത്. ജോർജിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ജാൻസിനാണെങ്കിൽ പേടി തോന്നും. അവൾക്ക് പിടികിട്ടും ലെക്സീനെ കാണാൻ വേണ്ടിയാണ് ജോർജ് അവിടെ വന്നതെന്ന്. അപ്പോൾ ലെക്സിയുടെ അടുത്ത് എത്താതിരിക്കാനായിട്ട് ജാൻസ് ആണെങ്കിൽ പെട്ടെന്ന് ജോർജിന് മുന്നിലേക്ക് കയറുന്ന ശേഷം അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. നീതി എന്ന് പറഞ്ഞൊരു പേരിൽ അവനുമായിട്ട് കമ്പനിയായ ശേഷം നേരെ അവനെയും വിളിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകും. പിന്നീട് ജോർജുമായിട്ട് ബന്ധപ്പെടും. പക്ഷേ ബന്ധപ്പെടുന്നതിന് ശേഷമാണ് അവൾക്ക് പിടികിട്ടുന്നത് എന്തുകൊണ്ടായിരുന്നു ലെക്സി ആണെങ്കിൽ ജോർജിനെ ഉപേക്ഷിച്ചെന്ന്. അവനാണെങ്കിൽ ക്രൂരമായിട്ട് ബന്ധപ്പെടാൻ മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ജാനിസ് ആണെങ്കിൽ തളർന്ന ഒരു വിധത്തിൽ റൂമിലേക്ക് വരുമ്പോഴത്തേക്കിനുമാണ് ലെക്സി ആണെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ട് കിടക്കുന്ന ജാനിസ് കാണുന്നത്. എല്ലാം ഷെയർ ചെയ്യുന്ന അവളാണെങ്കിൽ ഒറ്റയ്ക്ക് വേറൊരുത്തൻ്റെ ഇവിടെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഇവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന കത്രിക എടുക്കും. പക്ഷേ ഒന്നും ചെയ്യത്തില്ല. കത്രികയാണെങ്കിൽ തിരിച്ചങ്ങ് താത്തി വെക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മറ്റൊരു കോളേജ് ദിവസമാണ്. അന്നേരം ജാനിസ് ആണെങ്കിൽ മുടിയൊക്കെ മുറിച്ച് ഏകദേശം ലെക്സിയെ പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ കോളേജ് വരുമ്പോഴത്തേക്കിനും എല്ലാവരും അവൾ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യും പുതിയ ലുക്കിൽ. ഏറെക്കുറെ ലെക്സിയെ ഇവളെ മാറിപ്പോകുന്ന തരത്തിലായിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും അന്നാ ടെറസ് വെച്ച് കണ്ട പെൺപിള്ളേരാണെങ്കിൽ ആരും അറിയാതെ ഒരു ബിൽഡിങ്ങിൽ പോയി ബന്ധപ്പെടാൻ വേണ്ടി നോക്കും. അന്നേരമാണ് അവർ നോക്കുമ്പോഴത്തേക്കും ലെക്സി ആണെങ്കിൽ ആ ഹോസ്റ്റലിലെ സെക്യൂരിറ്റീവായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. പിന്നീട് നമ്മളെ കാണിക്കുന്ന ജെനീസ് ആണെങ്കിൽ ആ ഹോസ്റ്റലിലുള്ള എല്ലാവരെയും കൂടെ ഒരു പാർട്ടിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ആരുമാണെങ്കിൽ വരത്തില്ല. അങ്ങനെ ജെനീസ് ആണെങ്കിൽ ശരിക്കും വിഷമത്തിലാവും. ഇവളാണെങ്കിൽ വിഷമോ ദേഷ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനുമാണ് സെക്യൂരിറ്റി വന്നിട്ട് പറയുന്നത് ലെക്സിയും അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു റയ എന്ന് പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ രാവിലെ തൊട്ട് ഇവിടെ റൂമിൽ കിടന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജെനീസ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ റൂമിൻ്റെ അകത്തേക്ക് ചെന്ന് കയറും. അതിനുശേഷം അവരുമായിട്ട് ദേഷ്യപ്പെട്ട് ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിച്ച ശേഷം പിന്നീട് അവളാണെങ്കിൽ കത്രി ഉപയോഗിച്ച് റയാനെ കുത്തിക്കൊല്ലും. റയ മരിച്ചെന്ന് പറഞ്ഞ ശേഷം ലെക്സി ആണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി ഓടും. ജാനീസ് ആണെങ്കിൽ അവളുടെ പുറകെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം ലെക്സിനെ ആണെങ്കിൽ ജെനീസ് പിടിക്കും. അതിനുശേഷമാണ് ജെനീസ് ആണെങ്കിൽ ലെക്സിയോട് പറയുന്നത് ഇത്രയും കാലം എല്ലാം ഷെയർ ചെയ്തില്ല, ടാറ്റു ഷെയർ ചെയ്തു, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു, പക്ഷേ ഈ കാര്യത്തിൽ മാത്രം എന്നെ ഇങ്ങനെ ചെയ്യാതിരുന്നതെന്ന്. അങ്ങനെ ഇത് കേൾക്കുന്ന ലെക്സി ആണെങ്കിൽ പതിയെ അവളെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും അവർക്ക് രണ്ടുപേർക്ക് ഇവിടുന്ന് ഏതെങ്കിലും ദൂരെ ഒരു സ്ഥലത്ത് പോയി സന്തോഷത്തോടെ ജീവിക്കാമെന്ന് പറയും. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇവൻ്റെ ബോഡി മറയ്ക്കണമെന്ന് പറയും. അങ്ങനെ ലെക്സി ആണെങ്കിൽ ജെനീസിനോട് തൽക്കാലം ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ജെനീസ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. ലെക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അന്നേരമാണ് ലെക്സിയുടെ പഴയ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജോർജ് അങ്ങോട്ട് വരുന്നതും. അവനാണെങ്കിൽ പിന്നെയും നോക്കുമ്പോഴത്തേക്കിനും ആ ടാറ്റു ഹെയർ സ്റ്റൈലും കണ്ട ശേഷം ലെക്സിയാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഓർത്ത് തോക്കെടുത്ത് ജെനീസിനെ വെടിവെച്ച് കൊല്ലുന്നതും. തൊട്ടുപുറകെ തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ ഓടി വന്ന് ജോർജിനെ പിടിക്കും. അതിനുശേഷം പോലീസ് വന്ന് ജോർജിനെ ജയിലിലേക്ക് കൊണ്ടുപോകും. പിന്നീടാണ് നമ്മൾ ലെക്സിയെ കാണിക്കുന്നത്. ശരിക്കും ഈ സിനിമയിലെ യഥാർത്ഥ വില്ലത്തി എന്ന് പറഞ്ഞ ലെക്സിയായിരുന്നു. ലെക്സി ആണെങ്കിൽ ജെനീസിനെ കണ്ട ശേഷം അവളെ ട്രാപ്പ് ചെയ്യുമായിരുന്നു. കാരണം അവളാണെങ്കിൽ അവൾ എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റിച്ചുണ്ടാക്കിയ പൈസ എല്ലാമായിട്ട് അവൾക്ക് രക്ഷപ്പെടണമായിരുന്നു. അതിന് എക്സ് ബോയ് ഫ്രണ്ടിനെ ജയിലിലാക്കാൻ വേണ്ടി പകരം മറ്റൊരു പെൺകുട്ടീനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ജെനീസിനെ കണ്ടുപിടിച്ചത്. അവളെ നോക്കിയപ്പോഴത്തേക്കിനും ഒറ്റപ്പെട്ട് നടക്കുന്ന ജെനീസ് ആയിരുന്നു ഏറ്റവും പറ്റിയ ഓപ്ഷൻ. അതിനുവേണ്ടി തന്നെയായിരുന്നു അവളാണെങ്കിൽ റയാനും സെക്യൂരിറ്റീവായിട്ടും ബന്ധപ്പെട്ടതും. കാരണം രണ്ടുപേരുമായിട്ട് ഒരുമിച്ച് ബന്ധപ്പെടുമ്പോഴത്തേക്കിനും ഒരാൾക്ക് ഈഗോ അടിച്ച് മറ്റേ ആളോട് ഇന്ന് കാര്യം പറയുമെന്ന് അറിയായിരുന്നു. അങ്ങനെയാണ് സെക്യൂരിറ്റി ആണെങ്കിൽ റയാനുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം ജെനീസിനോട് ഇന്ന് പറഞ്ഞതും ജെനീസ് ആണെങ്കിൽ റയാനെ കൊന്നതും. അങ്ങനെ എല്ലാവരും ഒഴിവാക്കിയ ശേഷം ബോയ് ഫ്രണ്ടിനെ പറ്റിച്ചുണ്ടാക്കിയ പൈസയുമായിട്ട് ലെക്സി ആണെങ്കിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.